നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കുട്ടികളിലെ പഠന വൈകല്യവും ഹോമിയോ ചികിത്സയും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ. ഈ വിഷയത്തെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി നൽകുന്നത് കോട്ടയം കുറിച്ചിയിലുള്ള സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോമിയോപ്പതിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ KR ജനാർദ്ദനൻ നായരാണ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, കുട്ടികളിലെ പഠന വൈകല്യം ഈയിടെയായിട്ട് വളരെയധികം കേട്ടുവരുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ കുട്ടികളിലെ പഠന വൈകല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണയായിട്ട് ഒരു കുട്ടി നോർമൽ അത് വളർന്നു വരുമ്പോൾ അത് ഏത് ലെവലിൽ തൊട്ട് പഠിക്കണം, അത് പഠിക്കുവാനുള്ള ഒരു കഴിവ് അച്ചീവ് ചെയ്യുന്ന ഒരു സാധാരണ ഒരു 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 ലെവലുണ്ട്. ഇതിൽ താഴെയായിട്ട് ഒരു കുട്ടിക്ക് കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് ഉള്ള കഴിവില്ലായി വരിക, അത് പഠിക്കുവാനും അപഗ്രഥിക്കുവാനും അത് റിപ്രൊഡ്യൂസ് ചെയ്യാനും അത് പിന്നീട് എഴുതുവാനുമുള്ള പോരായിക ജന്മസിദ്ധമായിട്ടുണ്ടാകുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ പഠന വൈകല്യം എന്ന് പറയുന്നത്. ഡോക്ടർ, ഏത് പ്രായം മുതലാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്? പഠന വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ അതിന് ഒരു 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 ജനറ്റിക് ഡിസോർഡർ അവിടെയുണ്ട്. അത് നമുക്ക് പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നത്. ഏതെല്ലാം ലക്ഷണങ്ങളിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരു കുട്ടിക്കുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്? സാധാരണയായി പഠന വൈകല്യം പ്രകടമാകുന്നത് ആ കുട്ടിക്ക് വായിക്കുവാൻ സാധിക്കാതെ വരിക, അതായത് സ്പെസിഫിക് റീഡിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ ശരിയായി വായിക്കാൻ സാധിക്കാതെ വരിക, ആ വായിക്കാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് അതിനെ കുട്ടി ഹൈപ്പർ ആക്റ്റീവായിട്ടോ റെസ്റ്റ്ലെസ് ആയിട്ടോ അടങ്ങിയിരിക്കാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടായിന്ന് വരാം. അതുപോലെ തന്നെ മറ്റു കുട്ടികളെ ശല്യം ചെയ്യുന്ന ഒരവസ്ഥ ക്ലാസ്സിലുണ്ടായിന്ന് വരാം. ഈ തരത്തിലുള്ള മറ്റ് രോഗലക്ഷണങ്ങളുണ്ട്. എന്നാൽ പഠന വൈകല്യമുള്ള കുട്ടികളും ക്ലാസ്സിലൊരു പ്രോബ്ലം ബോയ് ആയിട്ട് മാറുകയായിരിക്കും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അതിന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ വായിക്കുവാനോ അല്ലെങ്കിൽ എഴുതുവാനോ ഉള്ള കഴിവ് കുറവായിരിക്കും. യഥാർത്ഥത്തിൽ അതിന് ശരിയായിട്ടുള്ള ബുദ്ധിശക്തി, കുട്ടിക്ക് ഇൻ്റലിജൻസ് ക്വോഷ്യൻ്റ് നോർമൽ ലെവൽ തന്നെയായിരിക്കും ആ അവസ്ഥയിൽ ഉണ്ടാകുക. പിന്നെ എന്തെല്ലാം പോരായ്മകൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു വൈകല്യം പുറത്ത് കാണിക്കുന്നത്? വൈകല്യം പുറത്ത് കാണിക്കുന്നത് ശരിക്കും അതിന് ശരിക്കും ആ കുട്ടിയിലുള്ള ഒരു വൈകല്യമാണ്. വൈകല്യം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ശരിക്കും അക്വേർഡായിട്ടുള്ള ഒരു ഡിഫിക്കൽറ്റി അല്ല ഉള്ളത്. തലച്ചോറിൻ്റെ വളർച്ചയിൽ ആ തരത്തിലുള്ള പോരായ്മ കാണുന്നതുകൊണ്ടാണ്. അത് കൊച്ചുകുട്ടിയായി പഠിക്കാൻ തുടങ്ങുന്ന കാലത്തോട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ. നമസ്കാരം. ഹലോ, ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആലുവ. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ പറഞ്ഞ ഹലോ പറയൂ. ഡോക്ടർ പറഞ്ഞ ലക്ഷണങ്ങൾ എന്റെ മകനുണ്ട്. അവനക്ക് 10 വയസ്സായി. അതിന് ട്രീറ്റ്മെന്റ് എന്താണ്, അല്ലെങ്കിൽ ട്രെയിനിങ് ആണോ എഫക്ട് ചെയ്യുന്നതെന്ന് അറിയാനാ. കുട്ടിക്കുള്ള പ്രധാനപ്പെട്ട രോഗലക്ഷണം എന്താണെന്ന് പറയാമോ? പഠിക്കാൻ വിളിച്ച കരഞ്ഞുകൊണ്ട് ഓടും, പഠിക്കില്ല. ഇപ്പോൾ 10 വയസ്സായ കുട്ടി 5ാം ക്ലാസ്സിൽ നഴ്സറിയിലൊക്കെ പഠിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ ലക്ഷണങ്ങളുണ്ടായിരുന്നു. പഠിക്കാനുള്ള ഒരു വിരക്തി, അല്ലെങ്കിൽ ഇറങ്ങി ഓടുക, അല്ലെങ്കിൽ കരച്ചിൽ, ആ തരത്തിലുള്ള ഒരു ലക്ഷണം ഉണ്ടായിരുന്നു. അതോ അതിനുശേഷം കുറച്ചും കൂടെ പ്രായമായതിനു ശേഷമാണോ അത് തുടങ്ങിയത്? നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഓട്ടിസത്തിന്റെ ഇതാണെന്നും പറഞ്ഞ് ട്രെയിനിങ്ങിന് പോയായിരുന്നു. അവ ഒരു പുരോഗമനമില്ല. ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പഠിക്കാൻ യാതൊരു താല്പര്യം, ഇതുവരെയും കണക്ക് കൂട്ടാനൊന്നും എഴുതാനും അറിയാൻ പാടില്ല. ഇത് നമുക്ക് വിശദമായിട്ട് ഈ കുട്ടിയെ പഠിക്കേണ്ടതുണ്ട്. അതായത് ആ കുട്ടിക്ക് ഒരു ഓട്ടിസത്തിൻ്റെ ലക്ഷണങ്ങളാണോ ഉള്ളത്, അങ്ങനെയാണെങ്കിൽ അത് എത്ര കണ്ട് അതിൻ്റെ ഇൻ്റലിജൻസ് ക്വഷ്യൻറ്റിനെ, ബുദ്ധിശക്തിയെ ബാധിച്ചിട്ടുണ്ട്, അതിന് എത്ര കണ്ട് നമുക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ സാധിക്കും. ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് നമുക്ക് ഒരുപാട് കുട്ടികളിൽ വളരെയധികം ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടിസ്റ്റിക് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ധാരാളം കുട്ടികളിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളിലൊക്കെ കുട്ടിയെ ശരിയായിട്ട് പഠിച്ച് അതിൻ്റെ വ്യക്തിത്വം എങ്ങനെയാണ്, ശാരീരിക പ്രകൃതി എങ്ങനെയാണ്, മാനസിക അവസ്ഥ എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ആ കുട്ടി പ്രകടിപ്പിക്കുന്നത്, ഇതിനെല്ലാം വിശദമായിട്ട് പഠിച്ചിട്ട് നമുക്ക് അതിന് ചേരുന്ന ഹോമിയോപ്പതി മെഡിസിൻസ് കൊടുക്കുവാൻ സാധിച്ചാൽ ആ കുട്ടിയുടെ മാനസിക നില നമുക്ക് വളരെയധികം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോൺവെർസേഷനിൽ കൂടി ഒരു രോഗിയെ പൂർണ്ണമായിട്ട് പഠിക്കുവാൻ ശരിക്കും ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമുക്ക് ധാരാളം സാധ്യതകളുള്ള
ഒരു അസുഖമാണ് ഓട്ടിസം. ധാരാളം റിസർച്ചും ഹോമിയോപ്പതിയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു അസുഖമാണിത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേഷ്യൻറ്റിനെ നേരിട്ട് കാണേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അതൊരു ചെറിയ നമ്മളൊരു ചുമയോ കഫക്കെട്ടോ ഉണ്ടാകുന്ന മാതിരിയുള്ള അസുഖമല്ല. അത് കാലങ്ങളായിട്ട് കുട്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നതും ആ ബുദ്ധിമുട്ട് നേരത്തെയൊക്കെ പേരൻസ് ഉൾക്കൊള്ളാറില്ല. ഈ കുട്ടിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പേരൻസ് മനസ്സിലാക്കുന്നില്ല. കുട്ടി പഠിക്കാൻ മടിയുള്ളവനാണ്, അല്ലെങ്കിൽ അവന് ശ്രദ്ധിക്കുന്നില്ല, അത് അവൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് അവനെ ശിക്ഷിക്കുന്നതിലായിരുന്നു പേരൻസിൻ്റെ താല്പര്യം. ഇപ്പോൾ അത് മാറി. പേരൻസ് ശരിക്കും കുട്ടിയുടെ ഓരോ സ്റ്റേജിനെ പറ്റിയും ഭംഗിയായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ്റെ പോരായ്മകൾ ഉൾക്കൊള്ളാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ശരിയായ ചികിത്സ, ഇപ്പം താങ്കൾ ശരിയായിട്ടുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മറ്റ് കൗൺസിലിംഗ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹോമിയോപ്പതി ചികിത്സയിൽ സാധ്യതകളുള്ളതുകൊണ്ട് അതിനും കൂടെ തയ്യാറാവണമെന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ ഡോക്ടർ ലൈവ് ആണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ കൊല്ലത്തുനിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. കൊല്ലം. ഡോക്ടറെ, ആണെങ്കിൽ ഇപ്പൊ 7ാം ക്ലാസ്സിൽ ടെക്നിക്കൽ സ്കൂളാണ് 8ൽ പഠിക്കുന്നത്. കുട്ടിക്ക് മാത്സിനാണെങ്കിൽ ഇവിടെ നിന്നെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ആ മാത്സ് സ്കൂളിൽ എക്സാം എഴുതുന്ന സമയത്ത് ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ, ലാസ്റ്റ് 5 ക്വസ്റ്റ്യൻ അതിന്റെ ആൻസറുകൾ ക്ലിയർ ആയിരിക്കും. അവിടെ ഫുൾ മാർക്ക് കാണും. അതിനിടയ്ക്ക് കാണുന്ന ക്വസ്റ്റ്യനുകൾ പകുതി അതിന്റെ സ്റ്റെപ്പുകൾ കറക്റ്റ് ആണെങ്കിലും പിന്നെ വരുമ്പോ തെറ്റും. അത് കഴിഞ്ഞ് ആൻസർ വീണ്ടും കറക്റ്റ് ആയിട്ട് കിട്ടും. കാര്യം ക്വസ്റ്റ്യന് കോൺസെൻട്രേഷൻ സമയം മുഴുക്കുവോ ഇല്ലയോ എന്നുള്ള ഒരു ഇതും ഉള്ളിൽ നിൽക്കുന്ന കാരണമാണ് ഇത് സംഭവിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്താൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും? ഈ കോൺസെൻട്രേഷൻ അതിൽ കൊടുക്കാൻ പറഞ്ഞാലും ഒത്തിരി മാനസിക പ്രോബ്ലം അനുഭവപ്പെടുന്നുണ്ട്. ഇതെനിക്ക് ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരിത്. ഇത് നമ്മളൊരു ലേണിംഗ് ഡിസബിലിറ്റി എന്നൊരു ക്ലാസ്സിൽ പെടുന്ന അസുഖമാണെന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും ഒരു കുട്ടിക്ക് ആങ്സൈറ്റി ഡിസോർഡർ ആയിരിക്കാനാണ് സാധ്യത. നമ്മുടെ കൊച്ചു കുട്ടികൾ കാണുന്ന പല അസുഖങ്ങളിലും ആങ്സൈറ്റി ഡിസോർഡർ, അതുപോലെ ഡിപ്രഷൻ, അതുപോലെ ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാതെ ജമ്പ് ചെയ്ത് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഈ തരത്തിലുള്ള പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്. എന്നാൽ നിങ്ങളുടെ കുട്ടിയിൽ എനിക്ക് തോന്നുന്നത് ഒരു ആങ്സൈറ്റിയാണ് പ്രോമിനൻ്റായിട്ട് കാണുമെന്ന് തോന്നുന്നു. അതിനെ നമുക്ക് വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആങ്സൈറ്റി ഡിസോർഡർ ഒരു ഇൻഹെറൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ലേണിംഗ് ഡിസബിലിറ്റി കാണുന്ന പോലെ തന്നെ കുട്ടിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ സൈക്കോളജിക്കൽ സ്ട്രക്ചർ ആങ്സൈറ്റി കൂടുതലായിട്ടുള്ളൊരവസ്ഥയാണ്. നമുക്ക് ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് ഒരു നല്ല ശതമാനം ആ കുട്ടിയെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ചില അവസരങ്ങളിൽ കുട്ടി നല്ല പെർഫോം ചെയ്യും, ചില അവസരങ്ങളിൽ പെർഫോം ചെയ്യാൻ സാധിക്കായിരുന്നു. ആ കുട്ടിയുടെ കോൺസെൻട്രേഷൻ ലെവൽ എങ്ങനെയുണ്ട്, അറ്റൻഷൻ ലെവൽ എങ്ങനെയുണ്ട്, എങ്ങനെ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നു, ഈ കാര്യങ്ങളെ പറ്റിയെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ടത് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. കുടുംബ അന്തരീക്ഷം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ കുട്ടികളുടെ ഈ പഠന വൈകല്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? അതിനൊരു കാരണമാകാറുണ്ടോ? പഠന വൈകല്യം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പഠന വൈകല്യം എന്ന് പറയുന്നത് ഒരു വൈകല്യം ആ കുട്ടിയിൽ തലച്ചോറിലെ ഡെവലപ്മെൻറ്റ് കാലത്തുണ്ടായിരിക്കുന്ന ഒരു വൈകല്യമാണ്. നമ്മളത് പഠിക്കാൻ തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ മനസ്സിലാക്കി. എന്നാൽ കുടുംബ അന്തരീക്ഷങ്ങൾ നമ്മൾ കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ചയായിട്ട് ബന്ധമുള്ളതല്ല, അത് പുറത്തുനിന്നുള്ള മറ്റൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ വീട്ടിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ, ഇപ്പോൾ അച്ഛൻ മദ്യപാനിയായിട്ടുള്ള ഒരാളാണ്, കുട്ടിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല, അതിന് വേണ്ട ഇമോഷണൽ വാംത് കൊടുക്കുവാനായിട്ട്, അതായത് ഓരോ പ്രായത്തിലും കുട്ടിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുവാനായിട്ട് പേരൻസ് തയ്യാറാവണം. അപ്പോൾ അനുകൂലമായ കുടുംബ അന്തരീക്ഷം കുട്ടിക്ക് കൊടുക്കുവാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന് പഠിക്കാൻ സാധിക്കത്തില്ല. പഠന വൈകല്യം അല്ലെങ്കിലും പഠനത്തിൽ പോരായ്മ ഉണ്ടാകാൻ സാധിക്കും. തീർച്ചയായിട്ടും പോരായ്മ ഉണ്ടാകും. ആ പോരായ്മ അത് മുമ്പോട്ട് നിൽക്കുകയും ചെയ്യും. പഠനത്തിലെ പോരായ്മ ഓരോ സ്റ്റേജിലും പഠിക്കേണ്ട ലെവലിൽ കുട്ടി പഠിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ ആ കുട്ടിയുടെ പ്രൊഡക്ടിവിറ്റി, ആ കുട്ടിയുടെ വളർച്ച, അത് ഏത് ലെവലിൽ എത്തിച്ചേരണം എന്നുള്ളത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ആ ലക്ഷ്യത്തിൽ ആ കുട്ടിയെ എത്തിക്കാൻ സാധിക്കാതെ വരിക ചെയ്യുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, അതെ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി. ഹലോ ഡോക്ടറെ, നമസ്കാരം. പറയൂ. ഞാൻ എറണാകുളത്ത് നിന്നാണേ. താങ്കളുടെ ടിവിയുടെ വോളിയം അല്പം കുറച്ച് വെക്കാമോ? ശരി. എന്റെ മോളുടെ കാര്യം പറയാനായിട്ടായിരുന്നു വിളിച്ചത്. മോൾക്ക് ഇപ്പോൾ 8 വയസ്സായി. എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് സ്ലോ റൈറ്റിംഗ് ആണ്, പിന്നെ ഒരുപാട് സമയം എടുക്കുന്നു. പഠിക്കുന്നതാണെങ്കിൽ കുറെ സമയം എടുത്തു. എത്ര വയസ്സുണ്ട്? ഇപ്പൊ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 7 വയസ്സല്ലേ?
അപ്പോൾ സമയം എടുക്കുന്നു. മറ്റ് ബിഹേവിയർ പ്രോബ്ലം ഒന്നും കുട്ടിക്ക് കാണുന്നില്ല അല്ലേ? കുറച്ച് ബഹളം വെക്കുന്ന ഒരു സ്വഭാവം. അപ്പൊ എന്തെങ്കിലും നമ്മള് ഇളയ കുട്ടി മോനുണ്ട്, അപ്പൊ മോനെയാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുന്ന ഒരു സ്വഭാവം. ക്ലാസ്സിൽ അടങ്ങിയിരിക്കാത്ത ഒരു പ്രകൃതം കാണുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ല, പക്ഷെ ക്ലാസ്സിലൊക്കെ സൈലന്റ് ആണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ റൈറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട്. ബോഡിന്ന് എഴുതിക്കൊണ്ട് വരത്തില്ല, നോട്ട്സ് ഒന്നും ഉണ്ടാവത്തില്ല. എഴുതുന്നൊക്കെ തെറ്റായിട്ട് എഴുതുന്ന ഒരു ഇത് കാണുന്നുണ്ടോ? അങ്ങനെ ഇല്ല, പക്ഷെ ചില ലെറ്റേഴ്സ് എഴുതുന്നത് തിരിഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ബി ഡി ആയിട്ട് മാറും. അങ്ങനെയൊക്കെ ഉള്ളൂ. ശരി. ഇത് ഒരു സ്പെസിഫിക് റൈറ്റിംഗ് ഡിസോർഡർ കുട്ടിക്കുണ്ട്. അതും ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു ഭാഗമാണ്. നമ്മൾ പഠന വൈകല്യം എന്ന് പറയുന്ന അതേ അസുഖം തന്നെയാണ് നമ്മുടെ കുട്ടിക്കുള്ളത്. ആ കുട്ടിയെ നമുക്ക് നല്ലപോലെ ട്രെയിൻ ചെയ്യണം. അതാണ് അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. നല്ല രീതിയിൽ നമുക്ക് ഒരു റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി ക്ലാസ്സിലുള്ള അല്ലാതെയുള്ള സമയത്ത് നമുക്ക് നല്ല പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. അത് അമ്മ വീട്ടിൽ ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കൗൺസിലറുടെ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സഹായം കൂടെ തേടുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹോമിയോപ്പതി മെഡിസിന് അതിൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് കൊണ്ട് അതിൻ്റെ ആ റൈറ്റിംഗ് ഡിസോർഡറിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഒരു മൾട്ടി ഫാക്ടോറിയലായിട്ടുള്ള അപ്രോച്ച് ആ കുട്ടിക്ക് ആവശ്യമാണ്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം.